നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 2013 തുടങ്ങിയിട്ടുള്ള ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 12ാം വർഷത്തിലേക്ക് കടക്കുന്ന കമ്പനിയാണ്. 11ാമത്തെ വർഷത്തിൽ കംപ്ലീഷൻ ചെയ്ത് 12ാം വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്ന കമ്പനി. ഓൾ ഓവർ ഇന്ത്യയിലെ ഏകദേശം 600-ൽ കൂടുതൽ, ഓൾമോസ്റ്റ് 750ഓളം ഔട്ട്ലെറ്റുകൾ സ്വന്തമായിട്ടുള്ള കമ്പനി. അപ്പൊ മൈ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 600-ൽ കൂടുതൽ ഔട്ട്ലെറ്റ് ഉള്ള ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി മൈ ലൈഫ് സ്റ്റൈൽ. ഏകദേശം ആയുഷിന്റെ പ്രീമിയം മാർക്കുള്ള 25ഓളം പ്രൊഡക്റ്റുകളുള്ള ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി. മറ്റൊരു കമ്പനിക്കും ഇല്ല. 2030 ആവുന്ന സമയത്ത് അടുത്തൊരു 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്തൊരു 5 വർഷം കൊണ്ട് നമ്മൾക്ക് 1000 പ്രൊഡക്റ്റ് എന്നുള്ള ലെവലിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 1000 പ്രൊഡക്റ്റ്. ഇന്ത്യയിലെ എല്ലാവിധ സർട്ടിഫിക്കേഷൻസും GMP പോലുള്ള, ആയുഷ് പോലുള്ള, അതേപോലെ തന്നെ ബ്രൂൺസിക് ലാബിന്റെ പോലുള്ള എല്ലാ FSSAI പോലുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസും ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി. അപ്പൊ ഏത് കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പാനലാണ് നമ്മൾക്കുള്ളത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡോക്ടർ DBA നാരായണ, ഇദ്ദേഹത്തിനെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 50 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഫാർമസ്യൂട്ടിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു ഇയാള്. ഓക്കെ, അതേ സമയത്ത് അയാള് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെയും അതേപോലെ തന്നെ ഡാബറിന്റെയും അതേപോലെ തന്നെ ബൽസാര പോലുള്ള കമ്പനികളുടെ ഒക്കെ R&D ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് ഡോക്ടർ KK രാജേഷ്. ഇദ്ദേഹം 2ാമത്തെ കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ജീവിതത്തിലെ അയാളുടെ ആദ്യത്തെ കമ്പനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ 26 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ആ വ്യക്തി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പനിയിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ട് അയാള് വേറൊരു കമ്പനിയിൽ പോകാൻ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്, നമ്മുടെ കമ്പനിയുടെ വിശ്വാസ്യതയാണ് അവിടെ കാണുന്നത്. ദെൻ ഡോക്ടർ KC ഗൗണ്ടൻ, ഇദ്ദേഹത്തിനെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ, 37 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കോസ്മെറ്റിക് ഹെഡാ. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഡാബറിന്റെ ഒക്കെ കോസ്മെറ്റിക് ഹെഡ് ആയിരുന്നു അദ്ദേഹം. ഇന്ന് ആ കമ്പനിയിൽ നിന്നും മാറിയിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് വന്നു. ഇവരുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ DBA അനന്തനാരായണന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഡോക്ടർ SK ശർമ്മയും അതേപോലെ തന്നെ ഡോക്ടർ സുരേഷ് B പാതങ്കറും. ഇന്ന് അവരെല്ലാവരും തന്നെ ഇതൊരു ആയിട്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്, ഏകദേശം ഇന്ന് ഈ കമ്പനിക്ക് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ കമ്പനി മാറ്റി വെച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 1500 കോടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പുതിയ പ്രൊഡക്റ്റുകളുടെ റിസർച്ചിന് വേണ്ടിയിട്ടും എന്താ പറയാ പുതിയ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ 1500 കോടി സ്വന്തമായിട്ട് മാറ്റി ഇതിനു വേണ്ടി ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 2024 ഡിസംബറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ 2025 അവസാനിക്കുന്നതിന് മുന്നേ പുതിയ 50 പ്രൊഡക്റ്റുകൾ, അതിൽ 8 പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനി വരാൻ കിടക്കുകയാണ്. ഇന്ത്യയിലുള്ള പല കമ്പനികളാവട്ടെ അവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബൈനറി ആയിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലെവൽ പ്ലാൻ ആയിരിക്കാം, അതായത് സൺഫ്ലവർ പ്ലാൻ. ഓക്കെ, എന്നാൽ മൈ ലൈഫ് സ്റ്റൈൽ ഈസ് ഓപ്പറേറ്റിംഗ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അതായത് ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി രണ്ടും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൈബ്രിഡ് ബൈനറി പ്ലാൻ. അതായത് ബൈനറിയിലും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക്, സൺഫ്ലവറിലും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ, അതായത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ഏക കമ്പനി MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇന്ന് മലബാറിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 250-ൽ കൂടുതൽ സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും 1000-ൽ കൂടുതൽ ആളുകൾ ഇന്ന് ഈ കമ്പനിയിൽ കൂടി സീലിംഗ് അച്ചീവേഴ്സ് ആയിട്ടും ഉണ്ട് ഇന്ത്യയിലും. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു, അതേപോലെ തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൂർ അച്ചീവേഴ്സ്, ഫോറിൻ ടൂർ അച്ചീവേഴ്സ്, ഒരുപാട് സാധാരണക്കാരനെ വിമാനത്തിൽ കയറ്റിയിട്ടുള്ള കമ്പനി. അപ്പൊ അത്തരത്തിലുള്ള ലെവലിലേക്കുള്ള അച്ചീവ്മെന്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ഈ ഒരു ബിസിനസ്സിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈ ലൈഫ് സ്റ്റൈലിന് സാധിച്ചിട്ടുണ്ട്. ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്വന്തമായിട്ടുള്ള കമ്പനിയെ വരും. അതായത് മാർക്കറ്റിൽ ഇതിന്റെ റെഗുലേറ്റേഴ്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സ്വന്തമായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻസ് കൂടി റെഗുലേഷൻസിനകത്ത് വരുന്നുണ്ട്, പുതിയ നിയമത്തിനകത്ത് വരുന്നുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന് ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സിസ്റ്റവും കൂടി ഈ കമ്പനിയുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ MD അതായത് മാർവാഡീസ് ഗ്രൂപ്പാ സാറേ, മാർവാഡീസ് ഗ്രൂപ്പാ. ഇവർക്ക് ഇപ്പൊ ഈ മാർവാഡികൾ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്നറിയോ, അവർക്ക് പൈസ ഒരു വിഷയമല്ല.
പൈസ ഒരു വിഷയമല്ല. കമ്പനിയുടെ പുതിയ തീരുമാനങ്ങൾ, എന്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അത് WTC ആൻഡ് അബോ അല്ലെങ്കിൽ ITC ആൻഡ് അബോ ആളുകളോട് ഡിസ്കസ് ചെയ്തിട്ടാണ് കമ്പനി തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലെ പ്രവീൺ ജയചന്ദ്രൻ സാറ്, കമ്പനി MD, ഞങ്ങളുടെ അടുത്ത് ഇന്നലെ കഴിഞ്ഞ 17-ാം തീയതി പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഈ നമ്മൾക്ക് 2,10,000 നിലവിൽ സീലിംഗ് എങ്കിൽ അത് ഭാവിയിൽ അത് 4,10,000 എന്നുള്ള ലെവലിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതേ ഉള്ളൂ. 4,10,000 4,10,000 വീക്കിലി ഇൻകം എന്നുള്ള ലെവലിലേക്ക് മാറാൻ വേണ്ടി പോകുന്ന ഒരു കമ്പനിയിലാണ് ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് അത് അന്തസ്സായിട്ടും അഭിമാനത്തോടു കൂടിയും പുതിയ ആളുകളിലേക്ക് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു സ്പെസിഫൈഡ് റാങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം തോറും ഓരോ വർഷത്തിൽ ഈ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബോണസ് കമ്പനി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വരാൻ വേണ്ടി പോവുകയാണ് സാറേ. അതേ സമയത്ത് നിലവിൽ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി, ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളുകളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വൺ ടൈം ആയിട്ട് ഒരു തുക ആ എന്തെങ്കിലും സംഭവിച്ച് മരണം സംഭവിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ ഫാമിലിക്ക് കൊടുക്കുന്ന ലെവലിലേക്ക് മാറാൻ വേണ്ടി പോവാണ്.